ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രമേ വോട്ട് ചേർക്കാനാകൂ എന്നാണല്ലോ ചട്ടം. എന്നാൽ 5ഉം 6ഉം വോട്ടർമാർ ഒറ്റ കാർഡിൽ കയറിപ്പറ്റിയ വോട്ടർ പട്ടികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ വോട്ടർ പട്ടിക പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. മീഡിയ 1 അന്വേഷണം. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ പരാതിയുണ്ടെന്ന് മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി പറഞ്ഞത് ഒരു വോട്ടർ ഐ ഡിയിൽ തന്നെ നിരവധി വോട്ടർമാരുണ്ടെന്നാണ്. അത് അങ്ങനെയുണ്ടോ നമ്മൾ പരിശോധിക്കുകയാണ്. ATL 1601111 എന്നാണ് നമ്പർ. ആ നമ്പർ നമ്മൾ അടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ വോട്ടേഴ്സ് ഐ ഡിയിൽ തന്നെ 6 വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ പരിശോധിക്കുമ്പോൾ എലത്തൂർ സ്വദേശിയായ സോമൻ എന്നയാളുടേതാണ് ID എന്ന് മനസ്സിലാകുന്നു. സോമനടക്കം 6 പേർക്കും ഇതേ ID ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രതിഭാസം. ഒന്നിലധികം വോട്ടർമാരുള്ള 100 കണക്കിന് എപ്പിക് നമ്പറുകളുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ ID നിർബന്ധമല്ലാത്തതിനാൽ വോട്ട് ചേർക്കാനായി ഒരു ID ഉപയോഗപ്പെടുത്തിയതാണോ അതോ ബോധപൂർവ്വം കള്ളവോട്ടിന് അവസരമുണ്ടാക്കിയതാണോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. തദ്ദേശ വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ വോട്ടർമാരുടെ ID വ്യാപകമായി തന്നെ ദുരുപയോഗം ചെയ്യുന്ന സംശയം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ നമ്പറിലാണ് 327 വോട്ടർമാരെ ചേർത്തതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ. കള്ളവോട്ട് ചേർത്ത രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ക്രിമിനൽ കേസെടുക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മാറാട് വാർഡിലെ 49 നമ്പർ കെട്ടിടത്തിന്റെ വിലാസത്തിലാണ് 327 വോട്ടർമാരെ ചേർത്തിരിക്കുന്നത്. ഇത് CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കുന്ന വാണിജ്യ കെട്ടിടമാണെന്നും ഇതിൽ എങ്ങനെ ഇത്രയും പേരെ ഉൾപ്പെടുത്തിയെന്നും മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ ചോദിച്ചു. വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അറുങ്കുല ചെയ്യുന്ന ഇത്തരം വൃത്തികെട്ട പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നാലും അതുപോലെ അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായിരുന്നാലും അവർക്കെതിരെ കൃത്യമായ കുറ്റം ചുമത്തി കേസെടുത്ത് ജനമധ്യത്തിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ. പലർക്കും ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. വ്യാപക ക്രമക്കേട് പിന്നിൽ CPMന്റെ ഗൂഢാലോചനയാണെന്നും നേതാക്കൾ പറഞ്ഞു. കൃത്യമായ ജനവിരുദ്ധത സ്റ്റേറ്റിലാകെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ജനവിരുദ്ധതയുടെ ഹബ്ബാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ആ കോഴിക്കോട് കോർപ്പറേഷനിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വോട്ട് കൊള്ള നടക്കുന്ന ഒരു സാഹചര്യം. ആരായിരുന്നാലും, ഏത് പാർട്ടി ആയിരുന്നാലും, ഏത് ടീമായിരുന്നാലും ജനാധിപത്യത്തെ എങ്ങനെ അറുകോലം ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്രമക്കേടിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോർപ്പറേഷൻ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.